വെൽക്കം ടു യൂളിറ്റൈഡ് 2025. AD 85 അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. യോഹന്നാൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിട്ടായിരുന്നുവെങ്കിലും യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് മാറുന്നു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മരണത്തിന് യോഹന്നാൻ സാക്ഷിയാകുമ്പോൾ അമ്മ ശലോമയും കൂടെ ഉണ്ടായിരുന്നു. മരണം മുൻപിൽ കണ്ട ക്രിസ്തു തന്റെ അമ്മ മറിയയെ ഏൽപ്പിക്കുന്നത് സെബദിയുടെ മകനായ യോഹന്നാനെയാണ്. ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ്ഡ് എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ. യേശുക്രിസ്തുവിന്റെ ഹൃദയ തുടിപ്പുകൾ അനുഭവിക്കാൻ കഴിഞ്ഞ യോഹന്നാൻ തുടർന്ന് യെരുശലേമിലെ സഭകളുടെ തൂണുകളിൽ ഒരുവനായി എണ്ണപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികളിൽ 3 ഭാഗങ്ങളിലായിട്ടാണ് യോഹന്നാനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. സെയിന്റ് മാത്യു, സെയിന്റ് മാർക്ക്, സെയിന്റ് ലൂക്ക് എന്നീ 3 സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസ് ആയിട്ട് അറിയപ്പെടുന്നു. എന്നാൽ ഈ 3 സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്തമായ ശൈലിയിൽ വളരെ യുണീക്കായിട്ടാണ് സെയിന്റ് ജോൺ എന്ന ഗോസ്പൽ എഴുതിയിരിക്കുന്നത്. അവതരണ രീതിയും ഉള്ളടക്കവും വേറിട്ടു നിൽക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. വംശാവലിയോ ആരംഭകാല ജീവിത വൃത്താന്തങ്ങളോ ഈ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്നു. ആദ്യ വാക്യങ്ങളിൽ സകലത്തിന്റെയും കാരണഭൂതനായ ക്രിസ്തുവിന്റെ വിവരണത്തോടെയാണ് ആരംഭിക്കുന്നത്. യോഹന്നാൻ 1:14 അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഈ സുവിശേഷത്തിൽ മാത്രമാണ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് ദൈവപുത്രൻ അവകാശപ്പെടുന്നു. അതേസമയം ഗത്സമന തോട്ടത്തിലെ വ്യഥയെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് ദൈവപുത്രൻ അവകാശപ്പെടുന്നു. അതേസമയം ഗത്സമന തോട്ടത്തിലെ വ്യഥ ഈ സുവിശേഷത്തിൽ ഇല്ല. ശത്രുക്കൾ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് വരുമ്പോൾ ഞാൻ തന്നെ എന്ന് മറുപടി പറയുകയും അതിന് അവർ പിൻവാങ്ങി നിലത്ത് വീണ് ഈ ഒരു സുവിശേഷത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ 18:6 ഈ രംഗം കാണുന്നത്. യോഹന്നാൻ 19:11 വിസ്താര വേളയിൽ പീലാത്തോസിനോട് യേശു ഇപ്രകാരം പറയുന്നു: മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നുവെങ്കിൽ യേശുവിന് ഈ സാഹചര്യത്തിലൂടെ ഒന്നും പോകേണ്ടി വരില്ലായിരുന്നു. തന്റെ മേൽ അതോറിറ്റി അല്ലെങ്കിൽ പവർ അത് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ഒരു പീലാത്തോസിനോട് യേശുവിന്റെ മറുപടിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ആ പീലാത്തോസിനെ യേശു റിമൈൻഡ് ചെയ്യുവാണ്, ഓർമ്മപ്പെടുത്തുവാണ്, ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ അല്ലായിരുന്നു ഇതെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. സോ യു ഡോണ്ട് ഹാവ് ദി അതോറിറ്റി അൺലെസ് ഗോഡ് ഗേവ് ഇറ്റ് ടു യു എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ഈ പ്രഖ്യാപനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉള്ള ഒരു പ്രത്യേകതയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ തെളിയിക്കുകയാണ്. യേശുക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു, ഉയരത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. യേശുക്രിസ്തുവിന്റെ 7 അടയാളങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനാകുന്നു അഥവാ ഐ ആം സേയിങ്സ് പരാമർശിച്ചിട്ടുള്ളതും യോഹന്നാന്റെ ഈ ഒരു സുവിശേഷത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ്. യോഹന്നാൻ എന്തിനാണ് യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്നത്? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് യോഹന്നാൻ ഇപ്രകാരം ഈ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി നൽകുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത് ഈ സുവിശേഷത്തിന്റെ പ്രമേയമാണ്. യോഹന്നാൻ 11:25 John 11:25 says, Jesus said to her, I am the resurrection and the life.
സഹോദരന്റെ മരണത്തിൽ ദുഃഖിതയായിട്ടിരിക്കുന്ന മാർത്തയോട് യേശു പറയുന്ന ഒരു വാചകമാണിത്. നമ്മളുടെ മനസ്സിനെ ദൈവത്തിന് അറിയാമെങ്കിലും യേശുവിന് ഒരു കാര്യം വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയാൻ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ പ്രാധാന്യം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് നിത്യതയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ഭാവിയിൽ ലഭിക്കാനുള്ള നിത്യജീവൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ സൃഷ്ടിയുടെ മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ യോഹന്നാൻ ഈ ഒരു സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്. യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ മുൻപ് ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. It is a reminder that Jesus existed even before the beginning of the creation and existence of time. യോഹന്നാൻ 1:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രൊലോഗ് അഥവാ മുഖവുര എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാൻ 1:1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ വചനത്തിന്റെ എക്സിസ്റ്റൻസിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് വരച്ചു കാണിക്കുന്നു. അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. വചനം മുഖാന്തരമാണ് എല്ലാം ഉളവായത്. There is nothing that exists without the word. വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യോഹന്നാൻ സുവിശേഷത്തിന്റെ ആദ്യ വായനക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരും യവനന്മാരുമായിരുന്നു. അവർക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലാണ് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സുവിശേഷം എഴുതിയിരിക്കുന്നത്. According to Jews, the word is vitally active. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയിലും വാക്കിലൂടെയാണ് സൃഷ്ടിച്ചത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വാക്കിലൂടെയാണ്. സോ വചനം എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ആക്ഷനിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ് ഗ്രീക്കിൽ ഈ ഒരു ദ വേർഡ് എന്ന് പറയുന്നതിനെ അവർ പറയുന്നത് ഹോ ലോഗോസ് എന്നാണ്. To the Greek minds, logos പറയുന്നത് was a significant term. Thinkers formulate the doctrine of a creative control inherent in this universe. John writes about the authority, revealing the very nature of God and his wisdom in creation. The salvation is made known in Christ. പറയുന്നത് ജൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ്, വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. They conceived language as something very vitally active. And നമ്മൾ ചിന്തിക്കേണ്ടത് ജുഡൈസം അതിലൂടെയാണ് ക്രിസ്തു മതം ഫോമായി വരുന്നത്. Christianity was cradled in Judaism. So ഗ്രീക്കിന്റെ പദത്തിൽ നമ്മൾ പറഞ്ഞു ഹോ ലോഗോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു മൈൻഡിൽ വളരെ ലഘൂകരിച്ച രീതിയിൽ സുവിശേഷത്തെ എത്തിക്കുവാനായിട്ട് യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സുവിശേഷകൻ തന്റെ ഒരു വളരെ ഗൗരവത്തോടുകൂടി തന്നെ എത്തിക്കുകയാണ്. എന്നാൽ ഹെവൻലി ആൻഡ് ബിയോണ്ട് റീച്ച് ആയിരുന്ന ദൈവം തന്റെ സൃഷ്ടിയോട് അടുത്തു വരുന്നത് ഈ ഒരു ക്രിസ്മസ് കാലയളവിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യോഹന്നാൻ 1:14 പറയുന്നത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. The word became flesh. മുഖവരയിലൂടെ യോഹന്നാൻ തന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു തീം അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അത്? The glory of Jesus Christ shown by all which he said and did. യേശുക്രിസ്തു തന്റെ പ്രസംഗങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അത് എന്താണ്? ഇന്റേൺ ദൈവത്തിന്റെ യേശുവിന്റെ ഗ്ലോറിയാണ് അത് കാണിക്കുന്നത്. അപ്പം ഇറ്റേണൽ ലൈഫും യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതും യോഹന്നാൻ എഴുതിയ ഈ ഒരു സുവിശേഷത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. 1-ാം അധ്യായത്തിൽ ദ ഡിവിനിറ്റി ആൻഡ് ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നതാണ് വിഷയം. The uniqueness of Jesus Christ and great consequences of his self-sacrifice embodied in the incarnation.
യേശു ക്രിസ്തു ജഡമായിട്ട് തീർന്നതിലൂടെ പിതാവിന്റെ ഏകജാതനായ പുത്രന്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുന്നു. സോ അൾട്ടിമേറ്റ്ലി ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കൃപയും സത്യവും നിറഞ്ഞിരുന്നു. ഈ സുവിശേഷ പഠനത്തിലൂടെ യേശുക്രിസ്തുവിനെ കൂടുതൽ നമുക്ക് അറിയുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനുമായിട്ടും സാധിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലയളവിൽ പല പല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീസസ് എക്സിസ്റ്റഡ് ബിഫോർ ദ ക്രിയേഷൻ. He existed before the existence of time. May this Christmas be a gift to each of us to remember the glory of Jesus Christ, the only Son of the Father who existed with God. He came to live among us. നമ്മുടെ കൂടെ പാർക്കുവാനായിട്ട് ദൈവപുത്രൻ വന്നു. എന്തിനായിരുന്നു? To show the way, the truth and the life. ഇതൊരു യാത്രയുടെ തുടർച്ചയാണ്. സോ ക്രിസ്മസ് ഒരു യാത്രയുടെ തുടർച്ചയെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് എ ജേർണി വിച്ച് ലീഡ്സ് ടു കാൽവറി, മൗണ്ട് ഒലിവ്സ് ആൻഡ് ദെൻ ടു ഇറ്റേണൽ ലൈഫ്. സോ മേ ദിസ് ടൈം ബി എ ടേൺ ഫോർ us to live and love better than the last time. സുവിശേഷങ്ങളുടെ സുവിശേഷമായി അറിയപ്പെടുന്ന ഒരു വാക്യമാണ് John 3:16. And it says, "For God so loved the world, He gave His only Son. Whoever believes in Him shall not perish, but have eternal life." I wish you a Merry Christmas and a Happy New Year.